കോൺഗ്രസും CPM-ഉം പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷാവസ്ഥ ഇപ്പോഴും തുടർന്നു പോരുന്നു. കോൺഗ്രസ് ഔദ്യോഗിക പക്ഷം ഒരു ഭാഗത്തും കോൺഗ്രസ് വിമതരും CPM-ഉം മറുഭാഗത്തും നിന്നുകൊണ്ടാണ് ഇപ്പോൾ വലിയ സംഘർഷാവസ്ഥ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് തുടങ്ങിയ തെരഞ്ഞെടുപ്പാണ്. രാവിലെ മുതൽ തന്നെ വലിയ അക്രമം ഇരുപക്ഷത്തു നിന്നും പരസ്പരം ഉണ്ടാകുന്ന കാഴ്ചകൾ കണ്ടു. നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുക കൂടി ചെയ്തിരുന്നു. ആ നിലയ്ക്കുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കള്ളവോട്ട് ആരോപണവും വ്യാജ ID കാർഡുകൾ ചമച്ചു തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ഇരുപക്ഷവും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു ആക്ഷേപവും ഇപ്പോഴും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. വോട്ട് ചെയ്യാൻ വന്ന ഒരാളെ തടഞ്ഞു എന്ന തരത്തിലുള്ള വാക്കുതർക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ നടക്കുന്ന തർക്കം? എന്താണ് തർക്കം? എന്താണ് ഇവിടെ? തർക്കമൊന്നുമില്ല. ആ തരത്തിൽ വ്യാജ ID കാർഡ് വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള സമീപനമാണ് കോൺഗ്രസ് ഇവിടെ നിർത്തിയത്. ചേവായൂർ ബാങ്കിൽ ചേവായൂർ പ്രദേശത്തുള്ളവരല്ലാതെ കൊയിലാണ്ടിയിൽ നിന്നും വടകരയിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് രാവിലെ മുതൽ കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമമാണ് നടന്നത്. അതാണ് ഞങ്ങൾ തടഞ്ഞത്. അല്ലാതെ ഒരൊറ്റ വോട്ടർമാരെയും തടയുന്ന സമീപനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായും ആ തരത്തിൽ ഈ കേട്ട ആരോപണങ്ങൾ തന്നെയാണ് ഇരുപക്ഷത്തുമുള്ളവർ ആരോപിക്കുന്നത്. ഒരേ കാര്യം തന്നെയാണ്, കള്ളവോട്ട് ചെയ്യുന്നു, ഒപ്പം തന്നെ വ്യാജരേഖ ചമച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ എത്തുന്നു എന്ന ആരോപണമാണ് ഇരുപക്ഷവും ഉന്നയിക്കുന്നത്. ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഈ തവണ തെരഞ്ഞെടുപ്പ് ഇത്ര വാശി കൂടാനുള്ള ഒരു കാരണം ഇതിൽ കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗം ഒരു പക്ഷത്തും കോൺഗ്രസ് ഈ ബാങ്കിന്റെ ഭരണമുണ്ടായിരുന്ന കോൺഗ്രസ് വിമത മറുഭാഗത്തും CPM-ഉം അവരുടെ കൂടെയുണ്ട്. അതായത് കോൺഗ്രസ് വിമതർ CPM ഒരു പക്ഷത്തും കോൺഗ്രസ് ഔദ്യോഗിക പക്ഷം മറുപക്ഷത്തും നിന്നുകൊണ്ടാണ് ഈ ബാങ്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ട് ചെയ്യാൻ വന്നാണോ? വോട്ട് ചെയ്യാൻ വന്നാണോ? വോട്ട് ചെയ്തിട്ടില്ല. എന്താ ചെയ്യാത്തെ? സമ്മതിക്കുന്നില്ല. നിങ്ങളത് ശരിയായ ID കാർഡ് തന്നെയല്ലേ? ശരിയായ ID കാർഡ്. നിങ്ങൾ ആരാ തടയുന്ന? ആരാണ്? അതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതാണ് ശരിയായ ID കാർഡ് കൊണ്ടുവന്നിട്ടും വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന ആക്ഷേപം വോട്ട് ചെയ്യാൻ എത്തുന്ന ബാങ്ക് അംഗങ്ങളും ഉന്നയിക്കുന്നു. ഇരുപക്ഷവും ഒരേ കാര്യം തന്നെയാണ് ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. ബാങ്കിലെ അംഗങ്ങളല്ലാത്ത പലരെയും ഈ വോട്ടെടുപ്പിന് വേണ്ടി കൊണ്ടുവരുന്നുവെന്ന ആക്ഷേപം ഇരുപക്ഷവും പരസ്പരം ഉന്നയിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് വലിയ സംഘർഷാവസ്ഥയും മുണ്ടും തള്ളും അടിപിടിയും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ MP MK രാഘവൻ, DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഒരു ഭാഗത്ത് പ്രതിഷേധിക്കുന്നുണ്ട്. പ്രാദേശിക CPM നേതാക്കളും മറുഭാഗത്ത് പ്രതിഷേധവുമായി എത്തുന്നു. മാത്രമല്ല, നേരത്തെ 50 കള്ളവോട്ട് ആക്ഷേപങ്ങൾ, പരാതികൾ നേരത്തെ തന്നെ ഉയർന്നു വരിക കൂടി ചെയ്തിട്ടുണ്ട്. ഇനി മിനിറ്റുകൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കാൻ ബാക്കിയുള്ളത്. 35,000 അംഗങ്ങളുള്ള ബാങ്കാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇതിലിപ്പോൾ 20,000-ഓളം വോട്ടുകൾ ഇനിയും ചെയ്യാനുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. ഇവിടെ വരുന്ന വോട്ടേഴ്സിന് പോലും കൃത്യമായി കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ പോളിംഗ് ബൂത്തിനകത്താണ് ID കാർഡ് പരിശോധനയും മറ്റുമൊക്കെ നടക്കുക എങ്കിൽ ഈ റോഡിൽ വെച്ച് തന്നെ ID കാർഡ് പരിശോധിക്കുകയും കൃത്യമായ ഈ ബാങ്കിലെ അംഗം തന്നെയാണോ, വോട്ടുള്ള അംഗം തന്നെയാണോ എന്ന് ഈ പ്രവർത്തകർ പരസ്പരം പരിശോധിക്കുന്ന കാഴ്ചകൾ കൂടി നമ്മൾ ഇവിടെ കാണുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് സംഘർഷാവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. നേരത്തെ ഒരു കള്ളവോട്ട് ആരോപണം രാവിലെ ഉയർന്നു വന്നിരുന്നു. അതിലാണ് ആക്ഷേപം തുടങ്ങുന്നത്. അതിനിടയിൽ മെഡിക്കൽ കോളേജ് ഭാഗത്ത് വെച്ച് കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ ആളുകളെ കൊണ്ടുവരുന്ന വാഹനത്തിന് നേരെയും ആക്രമണം ഉണ്ടാകുന്ന, കല്ലേറുണ്ടാകുന്ന സാഹചര്യം